സർവശക്തനായ ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വലിയ നോമ്പിൻ്റെ എല്ലാ കൃപാവരങ്ങളിലൂടെ നമ്മൾ ജീവിക്കുകയാണ്. കൂടുതൽ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദൈവം സഹായിക്കട്ടെ. വലിയ നോമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപവാസം എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കാം എന്ന് കരുതുകയാണ്. ഉപവാസത്തിൻ്റെ നന്മകളും അതിൻ്റെ കൃപകളുമൊക്കെ പേറുന്നവരാണ് നമ്മൾ. കാലങ്ങളായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. കൂടുതൽ പ്രാർത്ഥിക്കുവാൻ ഈ വചനവിചിന്തനം നമ്മെ സഹായിക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ജീവിത രീതിയുടെ പേരാണ്. അത് വെറുമൊരു നിർദ്ദേശമല്ല. ഒന്നാമത്തെ പാഠം, ഇതൊരു കൽപ്പനയായിട്ടാണ് ഈശോ തരുന്നത്. ഉപവാസം എന്ന വിഷയം ഇത് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതൊരു കൽപ്പനയാണ്. നമുക്കറിയാം, കൽപ്പന അത് വെറും നിർദ്ദേശമല്ല, ഉപദേശമല്ല, വേണമെങ്കിൽ ജീവിക്കണം എന്നുള്ളതല്ല, മറിച്ച് ഇറ്റ് ഈസ് എ മസ്റ്റ്. അത് ജീവിക്കാനുള്ളതാണ്. അതൊരു കമാൻഡ്മെൻ്റാണ്. നമുക്കതിനെ ബലപ്പെടുത്തുന്നത് ഈ വചനത്തിലൂടെയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും 16-ാം വാക്യവും തമ്മിൽ വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകും. ഈശോനാഥൻ പഠിപ്പിക്കുകയാണ് ഒരു കൽപ്പനയായി. മത്തായി 6:5 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജീവിത രീതിയാണ് പ്രാർത്ഥനയുടെ ജീവിതം. പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെൻ യു പ്രേ, ഇഫ് യു പ്രേ എന്നല്ല, വെൻ യു പ്രേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതേപോലെയാണ് ഉപവാസത്തെയും ഈശോ കാണുന്നത്. 16-ാം വാക്യം: നിങ്ങൾ ഉപവസിക്കുമ്പോൾ, വെൻ യു ഫാസ്റ്റ്. നിങ്ങൾ ഉപവസിക്കുന്നെങ്കിൽ എന്നല്ല, സമയം കിട്ടിയാൽ, സൗകര്യം കിട്ടിയാൽ, ആ അർത്ഥത്തിലല്ല, മറിച്ച് നമ്മൾ ഉപവസിക്കണം. പ്രാർത്ഥന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ജീവിത ശൈലിയാക്കേണ്ടതാണ് ഉപവാസം. അതുകൊണ്ടാണ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠം ഇതാണ്: ഉപവാസം നമ്മുടെ കർത്താവ് തന്ന കൽപ്പനയാണ്. ഈശോ പറഞ്ഞു, ആരാണ് എന്നെ സ്നേഹിക്കുന്നത്? എൻ്റെ കൽപ്പന പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പാഠം ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരണം. ഇത് ദൈവമേ, ഉപവാസം എന്നത് ഒരു കൽപ്പനയായിട്ടാണ് നീ തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠം നമുക്ക് ഹൃദയത്തിൽ ഉറച്ചാൽ, അടുത്തത് നാം ചിന്തിക്കേണ്ടത്, എന്തിനാണ് ഈ കൽപ്പന ദൈവം തന്നത്? അതിൻ്റെ അർത്ഥം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്തിനാണ് ദൈവം ഈ കൽപ്പന തന്നത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്തു: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഇത് ഈശോ നമുക്ക് തന്ന ഒരു നല്ല കൽപ്പനയാണ്. അതായത്, ഒരുവൻ തന്നെ തന്നെ ഉയർത്തിയാൽ അവൻ താഴ്ത്തപ്പെടും, അവൻ തന്നെ തന്നെ താഴ്ത്തിയാൽ അവൻ ഉയർത്തപ്പെടും. എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത്? ലൂക്ക 14-ാം തിരുവചനം അത് പറയാൻ കാര്യം, ലോകത്തിലെ എല്ലാ പാപങ്ങൾക്കും ഒരു പരിഹാരം കർത്താവ് ഈശോ മിശിഹായ്ക്ക് തന്നെ നേരിട്ട് ഇടപെടാൻ പറ്റും. പക്ഷേ അഹങ്കാരം എന്ന ഈഗോ എന്ന് പറയുന്ന ഒരു പാപം, എല്ലാ പാപത്തിൻ്റെയും വാതിലാണത്. ആ പാപം നമ്മിൽ രൂപപ്പെട്ടാൽ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം ജെറമ്യാ 30 അരുളി ചെയ്യുന്നുണ്ട്: അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്, അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴുമെന്ന് പറയുന്നുണ്ട്. ഈ അഹങ്കാരം എന്ന പാപം മുളയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യത്തിൽ ദൈവത്തിന് ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. നമ്മിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കാതെ പോകുന്നത് ഈ അഹന്ത എന്നുള്ള പാപമാണ്. അതുകൊണ്ട് ഈ അഹന്തയെ ആർക്കാണ് എളിമപ്പെടുത്താൻ പറ്റുക? നമ്മൾ തന്നെ വേണം നമ്മുടെ അഹങ്കാരത്തെ എളിമപ്പെടുത്തണം. അതുകൊണ്ടാണ് ഇങ്ങനൊരു വചനം: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പോൾ ഈ തന്നെ തന്നെ താഴ്ത്തുന്ന പ്രക്രിയയുടെ പേരാണ് ഉപവാസം. അതുകൊണ്ടാണ് ഈ ഉപവാസം ഒരു കൽപ്പനയായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇത് തരാനുള്ള കാരണം ഇതാണ്: നമ്മെ തന്നെ എളിമപ്പെടുത്തുന്ന ജീവിത രീതിയുടെ പേരാണ് ഉപവാസം.
എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളൊരു എൻട്രി നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാനുള്ള ഒരു ജീവിത ശൈലിയാണ്, ജീവിത മാർഗമാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ നമുക്ക് ഉപവാസത്തെ എടുക്കണം. കാരണം പഴയ നിയമത്തിൽ നമ്മൾ എപ്പോഴൊക്കെ വായിക്കുന്നുണ്ടോ, എവിടെയൊക്കെ എളിമപ്പെടുത്തലിനെ കുറിച്ച് വായിക്കുന്നുണ്ടോ, അവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ഈ എളിമപ്പെടുത്തൽ എന്ന് പറയുന്നത് ഉപവസിച്ച ജീവിത രീതിയാണ്. പഴയ നിയമത്തിൽ ദൈവജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി എന്ന് പഴയ നിയമത്തിൽ നമ്മൾ എവിടെയൊക്കെ വായിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, അവർ ഉപവസിച്ചു എന്നാണ്. ഉപവസിച്ചു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ദേവാലയം നിർമ്മിച്ചതിന് ശേഷം ദൈവമായ കർത്താവ് അവരോട് പറയുന്ന ഒരു വചനമുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ദേവാലയം നിർമ്മിച്ചതിന് ശേഷം ദൈവമായ കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ ആലയത്തിൽ നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാൽ, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ, ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇപ്പോൾ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, 2 ദിനവൃത്താന്തങ്ങൾ 7:14, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്താൽ, എന്ന് വെച്ചാൽ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, ഇതാണ് അതിൻ്റെ അർത്ഥം. ഉപവസിച്ച് പ്രാർത്ഥിച്ച, ദേവാലയത്തിൽ വന്ന് പള്ളിയിൽ വന്ന് ഉപവസിച്ച് ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ കർത്താവിൻ്റെ പ്രോമിസ് എന്താണെന്നറിയാമോ? അവർ ദൈവമായ കർത്താവ് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശത്തെ സമ്പുഷ്ടമാക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ എളിമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ്, അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. വീണ്ടും നമുക്ക് പഴയ നിയമത്തിലെ ഒരു സംഭവം, ആഹാബ് രാജാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സംഭവമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. നമുക്കറിയാം ആരാണ് ഈ ആഹാബ് രാജാവ്. ആഹാബ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെ സംബന്ധിച്ചിടത്തോളം നാബോത്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ നമുക്ക് വളരെ വ്യക്തമായ ഒരു ചിത്രമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ ആഹാബ് രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജസബേലിൻ്റെ സ്വാധീനത്തിൽ നാബോത്ത് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ചതിച്ച് അദ്ദേഹത്തിൻ്റെ മുന്തിരിത്തോട്ടം കരസ്ഥമാക്കിയ സംഭവമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ആഹാബിൻ്റെ കൊട്ടാരത്തിനോടടുത്ത് ഒരു മുന്തിരിത്തോട്ടം നാബോത്തിനുണ്ടായിരുന്നു. അപ്പോൾ നാബോത്ത് പറഞ്ഞു, ആഹാബ് രാജാവ് പറഞ്ഞു, നാബോത്തെ, നിൻ്റെ ഈ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കാൻ ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ ഈ പച്ചക്കറിത്തോട്ടത്തിന് വേണ്ടി ഇത് വിട്ടു തരണം. പക്ഷേ നാബോത്ത് പറഞ്ഞു, സോറി, എനിക്കത് തരാൻ പറ്റില്ല, കാരണം ഇതെൻ്റെ കുടുംബസ്വത്തായിട്ട് കിട്ടിയതാണ്. അങ്ങനെ വളരെ വിഷാദിച്ച് ഈ മനുഷ്യൻ പോയി കിടക്കുമ്പോൾ ഭാര്യ ജസബേൽ എന്ന് പറയുന്നുണ്ട്, എന്താണ് രാജാവേ, അങ്ങേക്ക് എന്താ ഇത് പറ്റിയത്, അങ്ങെന്താണ് ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നത്, എന്തിനും പരിഹാരം ഉണ്ടാക്കാം, ഞാനിവിടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രാജ്ഞിയുടെ ബലത്താൽ സഹായത്താൽ ഈ നാബോത്തിനെ ദൈവദൂഷകൻ എന്ന മുദ്രകുത്തി ഒരു പ്രാർത്ഥനയൊക്കെ വിളിച്ചുകൂട്ടി അവനെ കല്ലെറിഞ്ഞ് കൊന്നതിന് ശേഷം ഈ മുന്തിരിത്തോട്ടം കരസ്ഥമാക്കുന്ന സംഭവമാണ്. ചതിവിലൂടെ ഒരു പ്രജയെ, അവൻ്റെ നിഷ്കളങ്ക രക്തം മണ്ണിൽ കിടന്ന് പിടയ്ക്കാൻ കാരണമാക്കിയ ഒരു സംഭവമാണ് 1 രാജാക്കന്മാർ 21-ാം അധ്യായം. പക്ഷേ ഏലിയ പ്രവാചകനെ ദൈവം ഉണർത്തിയിട്ട് പറഞ്ഞു, ആഹാബിനോട് ചെന്ന് പറ, അവൻ്റെ രക്തവും അവൻ്റെ ഭാര്യ ജസബലിൻ്റെ രക്തവും ഇതേപോലെ നായ്ക്കൾ മണ്ണിൽ നിന്ന് നക്കി കുടിക്കുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 27-ാം വാക്യം, 1 രാജാക്കന്മാർ 21-ൻ്റെ 27-ാം വാക്യം, ആഹാബ് ഏലിയ പ്രവാചകൻ്റെ തീക്ഷ്ണമായ ദൈവസ്വരം കേട്ടുകഴിഞ്ഞപ്പോൾ ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കൊടുത്ത് ഉപവസിക്കുകയും ചാക്കു വിരിച്ച് ഉറങ്ങുകയും മനം തകർന്ന് തലതാഴ്ത്തി നടക്കുകയും ചെയ്തത് ഭൂലോകഭാവമാണ്. കാരണം ഒരു മനുഷ്യനെ ചതിച്ചു പോന്നു, അവൻ്റെ വസ്തുവകൾ സ്വന്തമാക്കി, എന്നിട്ട് അവനെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്തിട്ട് ഇത് മുഴുവനും ആക്രാന്തം പിടിച്ച മനസ്സോടുകൂടി ഇത് മുഴുവനും പിടിച്ചടക്കി അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതിയപ്പോഴാണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധി കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപാടെ മനുഷ്യൻ ചെയ്തതെന്താണെന്നറിയാമോ? അവൻ വസ്ത്രം കീറി ചാക്കൊടുത്ത് ഉപവസിച്ച് ചാക്കു വിരിച്ചുറങ്ങി മനം തകർന്ന് തല താഴ്ത്തി നടന്നു. അപ്പോൾ ഏലിയായോട് കർത്താവ് അരുളി ചെയ്യുകയാണ്,
ആഹാബ് എൻ്റെ മുൻപിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? അവൻ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല. അവൻ തന്നെ താഴ്ത്തിയതിനാൽ എന്ന് പറഞ്ഞാൽ ഈ ആഹാബ് ഇത്രയും ചെയ്തിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മുൻപിൽ പ്രിയപ്പെട്ടവരെ, ഉപവസിക്കുക എന്ന് പറയുന്നത് തന്നെ താഴ്ത്തുക എന്നുള്ളതാണ്, എളിമപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കൽപ്പന ദൈവം തരുന്നത്? ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. ഈ കാര്യത്തിൽ, ഏത്? അഹന്ത എന്ന കാര്യത്തിൽ, അഹങ്കാരം എന്ന കാര്യത്തിൽ. ബാക്കി ഏത് കാര്യത്തിലും ദൈവത്തിന് ഇടപെടാൻ പറ്റും. പക്ഷേ അഹന്ത ജനിച്ച് മുറ്റി നിൽക്കുന്ന, ഈഗോ തലക്കനം പിടിച്ചു നിൽക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അവൻ്റെ നിയന്ത്രണം അവൻ്റെ കയ്യിലാണ്, ദൈവത്തിൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ താഴ്ത്തുക, എളിമപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ ഉപവാസം എന്ന് പറയുന്നത് നമ്മെ തന്നെ എളിമപ്പെടുത്താനുള്ള ദൈവവഴിയാണ്. അപ്പോൾ എളിമപ്പെട്ട് നിന്നാൽ നമ്മുടെ ഭാരങ്ങൾ കുറയും, ഗുരുത്വാകർഷണങ്ങൾ കുറയും, നമ്മുടെ ഭാരം കുറയും. അതാണ് ഉപവാസം. അങ്ങനെ ഭാരം കുറയുമ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഈ പാഠം മറക്കരുത്. ഇത് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മളെ തന്നെ എളിമപ്പെടുത്താനാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ഉപവാസം എന്ന് പറയുന്നത് നമ്മളെ തന്നെ എളിമപ്പെടുത്താനുള്ള വഴിയാണെന്ന തിരിച്ചറിവ് ഉണ്ടാകണം. ജീവിതത്തിൽ നമ്മളുടെ അഹന്തയും അഹങ്കാരവും ഞാനെന്ന ഭാവവും സ്വാർത്ഥതയും പിടിവാശിയും മൂർഖ സ്വഭാവവും തന്നിഷ്ട സ്വഭാവവും താൻ പോരിമ ഭാവവുമൊക്കെ വെടിയാനുള്ള ഏറ്റവും നല്ല ജീവിത വഴിയാണ് ഉപവാസം എന്ന് പറയുന്നത്. അതിനാൽ ദൈവസന്നിധിയിൽ നമുക്ക് ഉപവസിക്കാനുള്ള കൃപ ഉണ്ടാകട്ടെ. ഇനി നമുക്ക് ഈശോ പറയാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒത്തിരിയേറെ റിസൾട്ട്സ് ഉണ്ട്, ഒത്തിരിയേറെ പരിണിത ഫലങ്ങളുണ്ട് ഉപവസിച്ചാലുള്ള ഗുണം, ഉപവസിച്ചാലുള്ള നന്മ. ഈ ഉപവാസം വഴി നമുക്ക് കരഗതമാകുന്ന കൃപാവരങ്ങൾ വളരെ ശക്തമാണ്. ബൈബിൾ സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഒന്നാമത്തെ ഒരു പാഠം, ഈ ഉപവസിക്കുമ്പോൾ നമ്മളുടെ വിഷയം ദൈവം ചർച്ച ചെയ്യും. നമ്മളുടെ പ്രശ്നങ്ങൾ പരിശുദ്ധ തൃത്വം ചർച്ച ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഉപവാസം. എന്ന് വെച്ചാൽ ഈശോ ഒരിക്കൽ അരുളി ചെയ്തു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോവില്ല. ആ സംഭവം നമുക്കറിയാം. ഈശോ രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താഴെ അപസ്മാരം പിടിപ്പെട്ട ഒരു ബാലനെ സുഖപ്പെടുത്തുന്ന സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ശിഷ്യന്മാരും ആളുകളുമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്കാണ് ഈശോ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ ബാലൻ്റെ അപ്പൻ ഓടി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തും. നിൻ്റെ ശിഷ്യന്മാരോട് ഞാൻ കുറേ പറഞ്ഞു, അവരാവുന്ന പണി നോക്കി, പക്ഷേ ഈ പിശാചിനെ പുറത്താക്കാൻ പറ്റിയില്ല. ഉടനെ ഈശോ ഇങ്ങോട്ട് വന്നിട്ട് ആ ബാലനെ സുഖപ്പെടുത്തുന്ന സംഭവം നമുക്കറിയാം. ആ ബാലനെ സുഖപ്പെടുത്തുന്ന സംഭവം സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ശിഷ്യന്മാരൊക്കെ ഒരു പരാജയമാണ്. ഈ കൊറോണ കാലത്ത് പലരും ചോദിച്ചിട്ടില്ലേ, ഈ ധ്യാനഗുരുക്കന്മാരെവിടെ, ഈ രോഗാണുവിനെ പിടിച്ചു കെട്ടുന്ന സിദ്ധന്മാരെവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ചോദിക്കുന്നില്ലേ. ശിഷ്യന്മാരുടെ പരാജയം തന്നെയാണ്. പക്ഷേ ശിഷ്യന്മാരുടെ പരാജയം യേശുക്രിസ്തുവിൻ്റെ പരാജയമല്ല. ശിഷ്യന്മാർ പരാജയപ്പെട്ടേക്കാം, പക്ഷേ ഈശോ ഒരിക്കലും പരാജയപ്പെടില്ല. അതുകൊണ്ടാണ് ഈശോ ആ സംഭവത്തിൽ നമുക്കൊരു പാഠം തരുന്നത്. ഈശോ വന്നിട്ട് ആ ബാലനെ സുഖപ്പെടുത്തി. ശിഷ്യന്മാർ വന്നിട്ട് ഈശോയോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ പിശാചിനെ പുറത്താക്കാൻ പറ്റാഞ്ഞത്? ഉടനെ ഈശോ പറയുന്ന മറുപടിയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളിത് വായിക്കുന്നത് 9-ാം അധ്യായം 29-ാം തിരുവചനം. അതിൻ്റെ അടിക്കുറിപ്പായിട്ട് കാണുന്നുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ. ചില കയ്യെഴുത്ത് പ്രതികൾ അങ്ങനെയാണ്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോവില്ല. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? സ്നേഹമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്ന വകുപ്പല്ല. മറിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ വിഷയം പരിശുദ്ധ തൃത്വം കൈകാര്യം ചെയ്യുന്ന വിധത്തിൻ്റെ പേരാണ് പ്രാർത്ഥന. ഞാനൊന്നുകൂടെ ആവർത്തിക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കുറേ ഇഷ്ടങ്ങൾ കർത്താവിനോട് ചോദിച്ചു വാങ്ങുന്നതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിത വിളി, എൻ്റെ ദൈവവിളി, എൻ്റെ ജീവിത നിയോഗങ്ങൾ, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ച് പരിശുദ്ധ തൃത്വം ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യാൻ മാത്രം എനിക്ക് ഭാരം കുറയുമ്പോൾ
അതുകൊണ്ട് പ്രാർത്ഥനയും ഉപവാസവും ഞാൻ പരിശുദ്ധ തൃത്വത്തിൻ്റെ മടിത്തട്ടിലേക്ക് ഉയർന്നു പോകും. അങ്ങനെ ചർച്ച ചെയ്യുമോ? ഈശോ തന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ചർച്ച ചെയ്യും. നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങളിൽ ഒരു സംഭവമുണ്ട്. ഈശോ തന്നെ പറയുന്ന ഒരു ഉപമയാണ്. അതായത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. പാഠം ഇതാണ്: ഒരുവൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. 3 വർഷമായി ഫലം അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്തിയില്ല. ഉടനെ അവൻ കൃഷിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, 3 വർഷമായിട്ട് ഈ അത്തിമരത്തിൽ ഞാൻ ഫലം അന്വേഷിക്കുന്നു, കാണുന്നില്ല, അതുകൊണ്ട് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം. ഇത് എൻ്റെ കേസാണ്. പിതാവായ ദൈവം, യജമാനൻ കൃഷിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, കൃഷിക്കാരനാരാണ്? ഈശോയെ പുത്രനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ 3 വർഷമായിട്ട് ആ ബെന്നിയച്ചനിൽ ഫലം നോക്കുന്നു, ഒന്നും കാണുന്നില്ല, വെറുതെ നിലം എന്തിനാ പാഴാക്കുന്നേ, വെട്ടിക്കളഞ്ഞേര്. ഉടനെ കൃഷിക്കാരൻ പുത്രൻ പറയാണ്, അപ്പാ അങ്ങനല്ല, ഈ വർഷം കൂടെ ഒരു ചാൻസ് കൊടുക്കാം. ഇത് 3-ാം വർഷമല്ലേ, എൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ 3-ാം വർഷമല്ലേ ഇത്. ഈ വർഷം ഞാൻ കുരിശിൽ കയറും, ഈ വർഷം ഞാൻ ചോര പൊടിയും, എൻ്റെ ചോര അവൻ്റെ ചുറ്റും വളമായിട്ടിടും, അവൻ ആ ചോരയിൽ നിന്ന് വളരും. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞോളുക, അവൻ ഫലം തരും. അപ്പോൾ പുത്രൻ തമ്പുരാൻ പിതാവിനോട് വക്കാലത്ത് പിടിക്കുകയാണ്, അപ്പാ ഈ വർഷം കൂടെ ഒരു ചാൻസ് കൊടുക്കും. അപ്പോൾ പിതാവ് പരിശുദ്ധാത്മാവിനെ നോക്കി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ശരിയാണ്, പുത്രൻ പറഞ്ഞത് ശരിയാണ്, അവനൊരു ചാൻസ് കൂടെ കൊടുക്കാം നമുക്ക്. പ്രിയപ്പെട്ടവർ നോക്കുക, എൻ്റെ കാര്യം ഞാൻ പോലും അറിയാതെ പരിശുദ്ധ തൃത്വം ചർച്ച ചെയ്യും. ഇതിൻ്റെ പേരാണ് പ്രാർത്ഥന. എൻ്റെ വിഷയം പരിശുദ്ധ തൃത്വം ചർച്ച ചെയ്യുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. പക്ഷേ ആ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന പരിശുദ്ധ തൃത്വത്തിൻ്റെ മടിത്തട്ടിലേക്ക് ഉയരണമെങ്കിൽ എനിക്ക് ഭാരമുണ്ടാവരുത്, എനിക്ക് ഭാരം കുറയണം. അതിൻ്റെ പേരാണ് ഉപവാസം. എൻ്റെ അഹന്ത വെടിയണം, ഈഗോ വെടിയണം. അപ്പോൾ ഞാൻ ഉയർന്ന് പരിശുദ്ധ തൃത്വം ചർച്ച ചെയ്യുവാൻ മാത്രം ഞാൻ ഉയർന്നു പോകും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ആ ഒരു ഉയർച്ചയിൽ ഈശോ പറയുകയാണ്, പിശാചുകൾ പിടിച്ചു നിൽക്കുകയില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയും ഉപവാസം കൊണ്ടല്ല അത് ഈ ജാതി പുറപ്പെട്ടു പോവില്ല. അതിനാൽ നമ്മൾ ഈ ഉപവാസം എന്ന് പറയുന്നത് തന്നെ നമ്മളെ തന്നെ എളിമപ്പെടുത്താനുള്ള ഒരു ജീവിതശൈലിയാണ്, ജീവിത വഴിയാണ്. എൻ്റെ വിഷയം സ്വർഗം ചർച്ച ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ്. അതുകൊണ്ട് ഉപവാസത്തെ നമുക്ക് ഗൗരവത്തോടെ എടുക്കാനായിട്ട് സാധിക്കണം. ഞാൻ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചിന്തകൾ സമാപിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഉപവാസം? ഒന്നാമതായി, ഈ ഉപവാസത്തെ നമ്മൾ കാണേണ്ടത് അത് നമ്മുടെ ഒരു വലിയ സംരക്ഷണത്തിന്, ഈ യാത്രയ്ക്ക്, ജീവിതയാത്രയ്ക്ക് ഒരു സംരക്ഷണത്തിന് ഇതിന് കാരണമാകും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പാഠം, ഉപവാസത്തിൻ്റെ ഒരു പ്രത്യേകത. ഉപവാസം എസ്രായുടെ പുസ്തകത്തിലെ 8-ാം അധ്യായം 21 മുതൽ ഉള്ള തിരുവചനങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള തിരുവചനങ്ങൾ. എസ്രാ എന്ന് പറയുന്ന ദൈവ പൈതൽ ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക്, അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് ദൈവത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതായ ഒരു സംഭവമാണത്. ആ സംഭവത്തിൽ എസ്രാ രാജാവിനോട് ചോദിക്കുന്നുണ്ട്. ഈ ബാബിലോണിലെ രാജാവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ തിരികെ പോവുകയാണ്, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ജെറുസലേമിൽ വരെ ചെല്ലും, ജെറുസലേമിൽ ചെന്ന് ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, ദേവാലയം പണിയണം, ജെറുസലേമിൻ്റെ മതിലുകൾ പണിയണം, ഇങ്ങനെയൊക്കെയുള്ള ചില നിയോഗങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് പേരുമായിട്ട് എസ്രാ അനുവാദമൊക്കെ വാങ്ങിച്ചു പോകാൻ നേരത്തെ രാജാവ് പറഞ്ഞു, നിങ്ങൾ തന്നെ പോകണ്ട, നിങ്ങൾക്ക് ഞാൻ കൊട്ടാരത്തിലെ ഒരു ഗണം പടയാളികളെ കൂടെ അയക്കാം, കാരണം യാത്രയിൽ പ്രൊട്ടക്ഷൻ വേണ്ടേ, നിങ്ങൾ തിരികെ പോയി ഇത്രയും നാൾ 70 വർഷത്തെ അടിമത്തം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുക, അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾ ആരോഗ്യമൊന്നുമില്ല, നിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, വഴിയിലുള്ള ശത്രുക്കളെ ആക്രമിച്ചാൽ വീണു പോകാൻ സാധ്യതയുണ്ട്, അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു പ്രൊട്ടക്ഷൻ തരാം. പക്ഷേ എസ്രാ എന്ത് ചെയ്തെന്നറിയാമോ? എസ്രാ പറഞ്ഞു, നിൻ്റെ ഈ സൈന്യബലം തന്നതിന് വളരെ നന്ദിയുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾ ശരണപ്പെടുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. അതുകൊണ്ടാണ് എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് വായിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും, എസ്രാ പറയുകയാണ്, ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും
മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വെച്ച് ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. അതായത് ജെറുസലേമിലേക്ക് പോകുന്നതിന് മുൻപ് ഇവർ ഈ അഹാവ നദി, അതായത് ബാബിലോണിലെ ഒരു നദിയാണ്, നദിയുടെ തീരത്ത് വെച്ച് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. എന്തിനാണെന്നറിയാമോ? ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിന്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം ഈ എസ്ര നേരത്തെ രാജാവിനോട് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സൈന്യത്തെയും കുതിരപ്പടയാളികളെയും ഒന്നും വേണ്ട, കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിബന്ധിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവെ, പ്രത്യേകിച്ച് സൈന്യത്തെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് സർവശക്തനായ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഉപവാസം, ഒറ്റ ദിവസത്തെ ഉപവാസം. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ കാണുന്നത്, അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം മാസം 12-ാം ദിവസം ഞങ്ങൾ അഹാവ നദീതീരത്ത് നിന്ന് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. ജനുവരി മാസം 12, നമ്മൾ വേണമെങ്കിൽ നമ്മുടെ കണക്കനുസരിച്ച് 1-ാം മാസം 12-ാം ദിവസം അഹാവ നദീതീരത്ത് നിന്ന് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. ഞങ്ങൾ ജെറുസലേമിലെത്തി 3 ദിവസം വിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു കുതിരപ്പടയാളിയും വേണ്ടി വന്നില്ല, ഒരു സൈന്യവും വേണ്ടി വന്നിരുന്നില്ല. ഈ ദുർബലരായ അടിമകളെ ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? ഒറ്റ ദിവസത്തെ ഉപവാസം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതിന് വലിയൊരു ശക്തിയുണ്ട്. നമ്മളൊക്കെ കുട്ടികളെയൊക്കെ വിദേശത്തേക്ക് അയക്കുന്നവരാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വലിയ യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവരാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഒരു നേരത്തെ ഒരു ഉപവാസ പ്രാർത്ഥന നമ്മൾ ഈ ഒരു നിയോഗത്തിന് വേണ്ടി നടത്തിയാലുണ്ടല്ലോ, വലിയൊരു പ്രൊട്ടക്ഷൻ ദൈവം തൻ്റെ ശക്തമായ കരം നമുക്ക് ചുറ്റും അയച്ചിരിക്കും. ഹല്ലേലൂയ. അതിനാൽ നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചു വരുന്നതിൽ ഒന്നാമത്തെ ഒരു പാഠമാണ്, ഒരു വലിയ സംരക്ഷണം ദൈവം നമുക്ക് ഉപവാസം വഴി നൽകും. രണ്ടാമത്തെ ഒരു പാഠം, എന്തിനാണ് ഉപവസിക്കേണ്ടത്? ഉപവസിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചില ആളുകളൊക്കെ ഉപവസിക്കുമ്പോൾ, കർത്താവെ ജോലി കിട്ടണം, വഴി തെളിയണം, വഴി കിട്ടണം, വെള്ളം കിട്ടണം, ഈ വകുപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദുർബലമായ ഒരാത്മീയ ജീവിതത്തിൻ്റെയാണ്, ഒരു പ്രിലിമിനറി ഫെയ്ത്തിൽ നിൽക്കുന്നവരാണ് അവർ. എന്നാൽ ഈശോ നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ ഈശോയുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നത് ഉപവാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് വെളിപാടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഉപവസിക്കണം. വെളിപാടുകൾ കിട്ടാൻ, ദ റെവലേഷൻ ഓഫ് ഗോഡ്. ഇതാണ് ആദിമസഭ നമുക്ക് കാണിച്ചു തന്ന ഉപവാസം. ഇതാണ് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ഉപവസിക്കുന്നതിൻ്റെ ലക്ഷ്യം. യേശുക്രിസ്തു കാണിച്ചു തന്ന ഉപവാസത്തിൻ്റെ ലക്ഷ്യം വെളിപാടുകൾ, വെട്ടം കിട്ടാൻ വേണ്ടി ഉപവസിക്കണം, ജ്ഞാനം കിട്ടാൻ വേണ്ടി ഉപവസിക്കണം, ബുദ്ധി കെട്ടിയിട്ടിരിക്കുന്ന ജനതയെ മോചിപ്പിച്ച് കിട്ടാൻ വേണ്ടി ഉപവസിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ബൈബിൾ ഉപവാസത്തെ കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 13-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യോക്യയിലെ സഭയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകരും ഉണ്ടായിരുന്നു. ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനക്കാരൻ ലൂസിയോസ്, സാമന്ത രാജാവായ ഹെറോദേസിനോടുകൂടി വളർന്ന മനായേൽ, സാവൂൾ എന്നിവർ. അപ്പോൾ വളരെ തീക്ഷ്ണതയുള്ള എരിപുരിയിൽ നിന്നിരിക്കുന്ന ആളുകളാണ്. അവരുടെ ലിസ്റ്റാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവർ ഇത്രയും പറഞ്ഞ ആളുകൾ, അതായത് ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനക്കാരൻ ലൂസിയോസ്, സാമന്ത രാജാവായ ഹെറോദേസിനോടുകൂടി വളർന്ന മനായേൽ, സാവൂൾ, ഇവരൊക്കെ ഈ ആദിമസഭയിൽ, അന്ത്യോക്യയിലെ സഭയിലെ വളരെ ശക്തരായ പ്രവാചകരായിരുന്നു. ആദിമസഭയിലെ തീപിടിച്ച പ്രവാചകരായിരുന്നു. അവർ എങ്ങനെയാണ് അവരുടെ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോയെന്നറിയാമോ? അവർ കർത്താവിന്, 2-ാം വാക്യം, അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി
മാറ്റി നിർത്തുക. അപ്പോൾ ഇവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചവർക്കൊരു വെളിപാട് കിട്ടി. എന്താണെന്നറിയാമോ? സാവൂളും ബർന്നബാസും മാറ്റി നിർത്തപ്പെടട്ടെ, സാവൂളിനെയും ബർന്നബാസിനെയും മാറ്റി നിർത്തുക, പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. അവർ 3-ാം വാക്യം, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു. അപ്പോൾ അവർ ഉപവസിച്ചപ്പോൾ വെളിപാട് കിട്ടി, വെളിപാട് കിട്ടിയിട്ട് വീണ്ടും ഉപവസിച്ചു. അപ്പോഴെന്ത് ചെയ്തു? അഭിഷേകവും കിട്ടി. അടുത്ത വചനം 4-ാം വാക്യം, പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ സെലൂക്യായിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അയക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജീവിതത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവായിരിക്കും നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അതുകൊണ്ടാണ് ഉപവാസം ഈ വെളിപാടുകൾ കിട്ടാൻ വേണ്ടി ഉപവസിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവങ്ങൾക്ക് വേണ്ടി ഒന്നും ഉപവാസം എടുക്കരുത്, നോമ്പെടുക്കരുത്, പ്രാർത്ഥിക്കരുത്. മോശ എന്തിനാണ് ഉപവസിച്ച് പ്രാർത്ഥിച്ചത്? മോശ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മോശയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയ രഹസ്യം എന്താണെന്ന് അറിയാമോ? നമുക്കറിയാം. മോശയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയത്, അത് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകപ്പെട്ടു. 10 കൽപ്പനകൾ നൽകപ്പെട്ടു. ദൈവഹിതം അറിയാൻ നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, 40 പകലും 40 രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ ആ 2 കൽപ്പലകകൾ കർത്താവ് എനിക്ക് തന്നു. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ 40 പകലും 40 രാവും അവിടെ ചെലവഴിച്ചു. 9-ാം വാക്യം, കർത്താവ് തൻ്റെ കൈവിരൽ കൊണ്ടെഴുതിയ 2 കൽപ്പലകകൾ എനിക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പലകകളാണ് ഒരു ജനതയുടെ ആവിഷ്കാരത്തിന് കാരണമായത്. ഇസ്രായേൽ എന്ന ഒരു ജനതയെ 4000 വർഷങ്ങൾക്ക് ശേഷം പിടിച്ചു നിർത്തിയത് ഈ കൽപ്പലകകളാണ്, ഈ 10 പ്രമാണങ്ങളാണ്. ഒരു ജനതയുടെ ജീവിതശൈലി നിർണയിക്കപ്പെട്ടത്, ഒരു ജനതയുടെ നിലനിൽപ്പ് അടിത്തറ ഉറപ്പിക്കപ്പെട്ടത് ഈ കൽപ്പലകകളിലാണ്, ഈ നിയമങ്ങളിലാണ്. ഒരു മനുഷ്യൻ 40 ദിവസം ഉപവസിക്കുമ്പോൾ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതാണ് വഴി, ഇതിലേ പോവുക. ഈശോ ഉപവസിച്ച കാര്യം നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ ഉപവസിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള 14ഉം 16ഉം വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം. ഈശോ ഉപവസിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈശോ ആത്മാവിൻ്റെ ശക്തിയോട് ഉപവാസത്തിന് ശേഷം, 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഈശോയെക്കുറിച്ച് പറയുന്നത് 14-ാം വാക്യം, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി. എന്നിട്ടോ ഈശോ ഗലീലിയിലേക്ക് മടങ്ങി, ഗലീലിയിൽ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്ന് പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. 18-ാം വാക്യം, അവൻ വായിച്ചത് എങ്ങനെയാണ്? കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായി വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് വെളിപാട്. ഈശോയ്ക്ക് കൃത്യമായി വെളിപ്പെട്ട് കിട്ടി എന്തിനാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് അവനെ മരുഭൂമിയിൽ നിന്ന് ഗലീലയിലേക്ക് നയിച്ച്, ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് വന്ന് അവൻ താൻ വളർന്ന നസ്രത്തിലെത്തി. അവിടെ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് പുസ്തകം തുറന്ന് വായിക്കുന്നത് ഇതാണ് കർത്താവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച്. ഹീസ് അനോയിൻറ്റഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവവിളി ഉറയ്ക്കാൻ, നമ്മുടെ ദൈവവിളിയുടെ വ്യക്തത, ക്ലാരിറ്റി കിട്ടാൻ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപവസിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. വെളിപാടുകൾ നൽകപ്പെടും ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഇന്ന് ലോകം മുഴുവനും രുചിയുടെ അടിമത്തത്തിലാണ്. എല്ലാ മനുഷ്യനും ഇന്ന് രുചിമുകുളങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉപവസിക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു പാടുപിടിച്ച ഒരു ജീവിതാവസ്ഥയാണ്, നമുക്കറിയാം. കാരണം പരസ്യങ്ങൾ തന്നെ കേട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം പരസ്യങ്ങളാണ് ഉപവാസത്തിന് വിരുദ്ധമായി, ഘടകവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലേ? ഇടിവിട്ട് മീൻകറിയുടെ കഥയും പുട്ടും മട്ടണിൻ്റെയും കഥയും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുമ്പോൾ ചെറുതലമുറയെ സംബന്ധിച്ചിടത്തോളം ഉപവസിക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ്.
ജീവിതയാത്രകളിൽ മുഴുവനും ഇങ്ങനെ ഈ പരസ്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന, രുചിമുകുളങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന, രുചിയുടെ അടിമത്തത്തിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം പെരുകുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ സ്ട്രഗിളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഇടയിൽ. പണ്ട് റോമിൽ വോമിറ്റോറിയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. വോമിറ്റോറിയം എന്ന് വെച്ചാൽ അവിടെ ആളുകൾ ഇഷ്ടം പോലെ മൂക്കുമുട്ട ഭക്ഷിക്കും, നാക്കിലോട് വിരലിട്ട് ഛർദ്ദിച്ച് കളയും, പിന്നെയും അത് ഛർദ്ദിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം, അതിനാണ് വോമിറ്റോറിയം. അങ്ങനെ ഒരുതരം പ്ലഷർ സീക്കിംഗ് ആനിമലായിട്ട് മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണം വലിയൊരു തലമുറ ഇന്ന് രുചിയുടെ അടിമത്തത്തിൽ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപവാസം എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾക്ക് ഇത് കുറേ ഭക്ഷണം നിയന്ത്രിച്ച് ശരീരഭാരം കുറയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ആസക്തിയാണ്, ഇതൊരു സിന്നാണ്. അതുകൊണ്ടാണ് 7 മൂലപാപങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ കാണുന്നത്. ഭക്ഷണാസക്തി എന്ന് പറയുന്നത് ഒരു അടിമത്തമാണ്, അതൊരു പാപമാണ് എന്ന് പറയാനുള്ള കാര്യമാണ്. ഈ അടിമത്തത്തിൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മെ തന്നെ നിയന്ത്രിക്കുന്ന പല നുണകളിൽ നിന്ന് നമുക്ക് മോചനമില്ലാതാകും. പിശാച് അനേക നുണകൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, നമ്മുടെ ജീവിതങ്ങളിലൊക്കെ നൽകുന്നുണ്ട്. ഒരു നുണയാണ് നമ്മളെ തന്നെ. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ വന്ന് പറയാണ്, അച്ഛാ, കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഉള്ളിലേക്ക് പോകുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഭക്ഷണത്തെ നിയന്ത്രിക്കാതിരുന്നത് കൊണ്ട് എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുമോ? ഉള്ളിലേക്ക് പോകുന്നതൊന്നും അശുദ്ധി വരുത്തുന്നില്ല എന്നല്ലേ ഈശോ പറഞ്ഞത്. നോക്കുക, വചനത്തെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ വചനത്തെയൊക്കെ വളച്ചൊടിക്കാനായിട്ട് പിശാച് നല്ല ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നൽകിക്കൊണ്ടേയിരിക്കും, നുണകൾ നൽകിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്ത് വളർത്തുമ്പോൾ വിശപ്പ് തീരുന്നത് വരെ കഴിക്കുക, വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിത്രം അവരുടെയൊക്കെ മനസ്സിൽ, നമ്മുടെ ചെറു മനസ്സുകളിലൊക്കെ നമ്മൾ കുത്തി നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംസ്കാരത്തിൽ നമ്മൾ പെട്ടുപോവുകയാണ്. മറ്റൊരു നുണയാണ്, നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ വാവിട്ട് കരയുന്നത് കേട്ടിട്ടില്ലേ, വിശന്നിട്ട് ഇപ്പോൾ ചാവുകയെ, എനിക്കിരിക്കാൻ വയ്യായേ, വിശന്നിട്ട് മരിക്കുകയാണേ, ഞാൻ വിശന്ന് മരിക്കൂ. അങ്ങനെ വിശന്ന് മരിക്കുക എന്നുള്ള ഒരു ഭയം ഉള്ളിൽ, ചെറിയ വിശപ്പ് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ചെറുതലമുറ ആവുകയാണ്. മറ്റൊരു നുണയാണ്, ഇപ്പോൾ നീ വല്ലതും കഴിച്ചോണം, കല്ലും ദഹിക്കുന്ന പ്രായമാണിത്, വല്ലതും കഴിച്ച് വയറ് നിറച്ചോണം. മറ്റൊരു നുണയാണ്, നീ വല്ലതും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ എങ്ങനെ ജോലി ചെയ്യും? നന്നായിട്ട് കഴിച്ചാൽ നന്നായിട്ട് ജോലി ചെയ്യാം, നന്നായിട്ട് ഭക്ഷിച്ചാൽ നല്ല ആരോഗ്യം, നന്നായിട്ട് ഭക്ഷിച്ചാൽ നല്ല ആരോഗ്യം. ഇതെല്ലാം നുണകളായി മാറുകയാണ്. മറ്റൊരു വലിയ നുണയാണ്, പാർട്ടികളും ആഘോഷങ്ങളും ഇല്ലാതെ എന്ത് ജീവിതം. ഇന്ന് റെസ്റ്റോറൻറ്റ് വിപ്ലവമാണ്. കേരളത്തിൻ്റെ എല്ലാ തെരുവുകളിലും ഇങ്ങനെ റെസ്റ്റോറൻറ്റുകൾ രൂപപ്പെടുമ്പോൾ നമ്മുടെ രുചിമുകുളങ്ങളുടെ അടിമത്തത്തിൽ നമ്മളായിത്തീരുകയാണ്. അവിടെയാണ് ഈ സുവിശേഷം നമുക്കൊരു വെല്ലുവിളിയായി മാറുക. പ്രിയപ്പെട്ടവരെ, ചില കാലഘട്ടങ്ങൾ നമുക്ക് ഇതൊന്നും വേണ്ട എന്ന് വെക്കാൻ വ്രതത്തിൻ്റെ വർജനയുടെ കാലഘട്ടമായി ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിലൊക്കെ നമ്മൾ പറയും, നമ്മുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് സജീവവുമായ ഒരു ബലിയായി സമർപ്പിക്കുക. ശരീരത്തെ ഒരു ബലിയായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവായ യേശു മിശിഹ നമ്മെ പഠിപ്പിക്കുന്ന ദൈവവചനമാണ്. പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പ്രീതികരമായ ബലിയായി സമർപ്പിക്കുക. കാരണം നമ്മുടെ ശരീരത്തിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ ഈ ശരീരത്തെ ഒരു ബലിയായി സമർപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. ഇതിന് നേതൃത്വം നൽകുവാനായിട്ട് യഥാർത്ഥത്തിൽ നമ്മളുടെ നേതൃത്വത്തിലുള്ളവർ തന്നെ മുന്നോട്ട് വരണം എന്നൊരു പാഠം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നേതൃത്വം നൽകുന്നവർ, സമൂഹത്തെ നയിക്കുന്നവരൊക്കെ ഉപവസിച്ച് കാണിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ജോയലിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഉപവാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഉപവസിക്കാതിരുന്നാൽ അതുകൊണ്ട് അർത്ഥമാകുന്നില്ല. അതുകൊണ്ട് ഒരു സമൂഹത്തെ നയിക്കുമ്പോൾ, നേതൃത്വം നൽകുന്നവർ ഉപവസിച്ച് കാണിക്കണം. ജോയലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് ഇങ്ങനെ ജോയൽ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്, പുരോഹിതന്മാർ, നേതാക്കന്മാർ, ജനത്തിൻ്റെ പ്രമുഖർ, അവർ ദേവാലയത്തിൻ്റെ പൂമുഖത്ത് നിന്നുകൊണ്ട് കർത്താവിനോട് തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഉപവസിച്ച് ഉപവാസം പ്രഖ്യാപിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കട്ടെ
ജനത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ. അപ്പം നേതൃത്വം നൽകുന്നവർ അവർ വേണം ഇത് കാണിച്ചു കൊടുക്കേണ്ടത്. കാരണം ദൈവത്തിൻ്റെ കരുണ ഇറക്കിക്കൊണ്ടുവരാനുള്ള എളുപ്പ വഴിയാണ് ഈ ഉപവാസം എന്ന് പറയുക. ദൈവത്തിൻ്റെ കരുണ ഒരു ദേശത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ ഉള്ള ഏറ്റവും നല്ല വഴിയാണ് ഉപവാസം എന്ന് പറയുക. സുവിശേഷ പ്രഘോഷണവും അതുപോലെ എളുപ്പമാകുവാൻ ഈ സുവിശേഷ പ്രഘോഷണ മേഖലകളിൽ അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങുവാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥന നമ്മെ സഹായിക്കും. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപവാസത്തിൻ്റെ അർത്ഥം ഞാൻ ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത്, കുറേ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുക, കുറേ ഭക്ഷണം നിയന്ത്രിച്ച് തടി കുറയ്ക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക്, ഒരു ഡയറ്റ് പ്ലാൻ പറയുക എന്നതിനപ്പുറത്തേക്ക് ഇത് ഒരു ആസക്തിയാണ്, ഇതൊരു തിന്മയാണ്. ഇത് നമ്മളെ പിടിമുറുക്കിയാൽ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് വളരാൻ പറ്റില്ല, നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ എളിമപ്പെടുത്താതിരുന്നാൽ ദൈവത്തിന് തമ്മിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ തീക്ഷ്ണതയോടെ ഉപവാസത്തിൻ്റെയും കൃപയുടെയും അരുവിലായിരിക്കാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കരുണയുള്ള നാഥ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതായ ഈ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ, പരിശുദ്ധ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. കർത്താവെ, ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ വിഷയങ്ങൾ സ്വർഗം ചർച്ച ചെയ്യുന്ന വിധത്തിലേക്ക് ഞങ്ങൾ ഉയരുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങളുടെ ഈ നോമ്പുകാലം അർത്ഥപൂർണമാകട്ടെ. ആത്മീയ മണ്ഡലത്തിൽ ഉണരുവാനും വളരുവാനും ഞങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ.